എപ്പോഴും രാമനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ വരികൾ ഓർമ്മ വേണം. രാമാവതാരം ഭാഗവതത്തിൽ 9-ാമത് സ്കന്ധത്തിൽ 10ഉം 11ഉം അധ്യായത്തില് നമുക്ക് കാണാൻ സാധിക്കും. കേരളീയരായ നമ്മള് എല്ലാ മാസവും എല്ലാ വർഷവും കർക്കിടകത്തിൽ രാമായണം വായിക്കുന്നവരാണ്. പക്ഷെ രാമായണം നമ്മൾ വായിക്കാറുണ്ടെങ്കിലും പലപ്പോഴും രാമായണത്തിലെ സന്ദേശം എന്താണ് മാനവരാശിക്കുള്ളത് എന്ന് നമ്മൾ ഉൾക്കൊള്ളാറില്ല. നമ്മളതൊരു വെറും ചടങ്ങായി എല്ലാ വർഷവും ചൊല്ലുന്നു, വായിക്കുന്നു, അതുപോലെ അതെല്ലാ വർഷവും അങ്ങനെ തുടരുന്നു. എന്നാൽ എന്തിനാണ് ഈ രാമായണം വായിക്കുന്നത് എന്നത് നമ്മൾ അത്ര ഗൗരവത്തിൽ ചിന്തിക്കാറില്ല. എന്ന് മാത്രമല്ല, ഇത്തിരി രാമായണത്തെ ആസ്പദമാക്കി ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ചില അബദ്ധങ്ങളൊക്കെ നമ്മൾ പറയും ചെയ്യും. നമുക്ക് ഇപ്പോഴും പലരും പറയുന്നൊരു കാര്യമാണ്, രാമൻ ഗർഭിണിയായ സീതയെ എന്ത് ചെയ്തു എന്ന് ഞങ്ങളോട് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? രാമൻ ഗർഭിണിയായ സീതയെ എന്ത് ചെയ്തു? എല്ലാവരും ഒന്ന് പറയൂ. ത്യജിച്ചു എന്നാ പറയണം, അല്ലേ? ആണോ? രാമൻ ഗർഭിണിയായ സീതയെ എവിടെ ത്യജിച്ചു? കാട്ടിൽ ത്യജിച്ചു എന്ന് പറഞ്ഞവർ എത്ര പേരുണ്ടെന്ന് കൈവെക്കൂ, കാണട്ടെ. ആരുമില്ലേ? നമ്മളെ എത്രമാത്രം തെറ്റാണ് പറയുന്നതെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? രാമൻ ഗർഭിണിയായ സീതയെ കാട്ടിലേക്ക് അയച്ചിട്ടുണ്ടോ? അത് നമുക്ക് ശരിക്കും രാമായണം മനസ്സിലാക്കാത്തത് കൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടതാണ്. ആരോ തെറ്റു പറയുന്നതിനെ നമ്മൾ ആവർത്തിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ പലപ്പോഴും പറയുന്നത് രാമായണവുമായി ബന്ധമില്ലാത്ത അബദ്ധങ്ങളാണ്. രാമായണത്തിൽ പറഞ്ഞതല്ല നമ്മൾ പറയുന്നത്. രാമായണത്തിൽ അങ്ങനെ രാമൻ കാട്ടിലേക്ക് സീതയെ ഉപേക്ഷിച്ചു എന്ന് എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ലാത്തതാണത്. മറിച്ച് ശ്രീരാമസ്വാമി സീതാദേവി ഉപേക്ഷിക്കല്ല ചെയ്യുന്നത്. സീതാദേവി രാമനോട് പറയുകയാണ്, നോക്കൂ, സീതാദേവിയുടെ അതാണ് നമ്മൾ പഠിക്കേണ്ടതും അതാണ് ശ്രദ്ധിക്കേണ്ടതും. ഗർഭിണിയായ സീതാദേവിക്ക് മനസ്സിലായി കൊട്ടാരത്തിനകത്തും പുറത്തും ചില അപവാദങ്ങൾ, ഇല്ലാത്ത ചില വാർത്തകളൊക്കെ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. തൻ്റെ കുട്ടികൾ, ഗർഭത്തിലുള്ള കുട്ടികൾ ഇത് എങ്ങാനും സ്വാധീനിക്കപ്പെട്ടു പോയാൽ അപവാദങ്ങളിലൂടെ വളരുന്ന കുട്ടികളാവരുത് നാളെ. എൻ്റെ കുട്ടികൾ കരുത്തുള്ളവരാവണം, എൻ്റെ കുട്ടികൾക്ക് മനോബലമുണ്ടാവണം, എൻ്റെ കുട്ടികൾക്ക് കാര്യബോധമുണ്ടാവണം. നേരത്തെ പറഞ്ഞില്ലേ, സമൂഹത്തോട് ഉത്തരവാദിത്വം ഉണ്ടാവണം, കർത്തവ്യബോധമുണ്ടാവണം, സമൂഹത്തിന് വേണ്ടി അവരെ ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള കഴിവുമുണ്ടാവണം. ഇതിനാണ് ശ്രീരാമസ്വാമിയോട് സീതാദേവി ചോദിക്കുകയാണ്, ഏറെ നാളുണ്ട് എനിക്കൊരു മോഹം, എനിക്ക് വാത്മീകി ആശ്രമത്തിൽ പോയി താമസിക്കണമെന്ന്. ശ്രീരാമസ്വാമി സീതാദേവിയോട് പറഞ്ഞു, ദേവിയുടെ ആഗ്രഹം തീർച്ചയായിട്ടും നടത്താം. ലക്ഷ്മണനെ പറഞ്ഞ് ഏർപ്പാടാക്കുകയാണ്. സീതാദേവിയെ രാമൻ ഉപേക്ഷിച്ചു ദേവി ഹരിച്ച് പറയരുത്. സീതാദേവിയുടെ ആഗ്രഹത്തെ രാമൻ നിറവേറ്റുകയാണ്. കാട്ടിലേക്കല്ല സീതാദേവിയെ കൊണ്ടുവിടുന്നത്. ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് പറഞ്ഞ് സീതാദേവിയെ വാത്മീകി മഹർഷിയെ ഏൽപ്പിക്കുകയാണ്, കാട്ടിൽ ഉപേക്ഷിക്കുകയല്ല. ആ ഏൽപ്പിച്ചു എന്ന് പറയുന്നതും ഉപേക്ഷിച്ചു എന്ന് പറയുന്നതും എത്ര അർത്ഥവ്യത്യാസമുണ്ട് നോക്കൂ, അല്ലേ? തെറ്റല്ലേ നമ്മൾ പറയുന്നത്? വാസ്തവത്തിൽ ഉപേക്ഷിക്കുകയാണോ ചെയ്തത്, ഏൽപ്പിക്കുകയാണോ ചെയ്തത്? അതെന്തേ നമ്മൾ ഏൽപ്പിച്ചു എന്നുള്ളത് പറയാത്തത്? എന്തേ നമ്മൾ തെറ്റു പറയുന്നത്? അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ സംസ്കൃതിയെ നോക്കൂ. ഗർഭിണിയായ സീതയെ രാമൻ ഉപേക്ഷിച്ചു പറഞ്ഞാൽ ആ ദൈവം ആരാധ്യനാണോ? സത്യം പറയൂ, ആണോ? അല്ല, ഒരിക്കലും ആരാധ്യന. അപ്പൊ രാമനെ നിന്ദിക്കുന്നത് ആരാണ്? രാമനെ ആരാണ് താഴ്ത്തി കിട്ടുന്നത്? നമ്മളാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം നമ്മൾ. രാമൻ സീതാദേവി ഒരിക്കലും കാട്ടിൽ ഉപേക്ഷിക്കുകയല്ല, വാത്മീകി മഹർഷിയെ ഏൽപ്പിക്കുകയാണ്. എന്തിനാണ് ഏൽപ്പിക്കുന്നത്? ഇതാണ് സൈക്കോളജി. ഗർഭിണിയായിരിക്കുന്ന ഒരു അമ്മ
തന്നെക്കാളും പ്രാധാന്യം തൻ്റെ കുട്ടിക്ക് കൊടുക്കണം. നാളത്തെ തലമുറയായിട്ട് വളരേണ്ട ഈ കുട്ടി പ്രതിസന്ധികളെ തരണം ചെയ്യണം, പ്രലോഭനങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കണം, പരീക്ഷണങ്ങളെ അതിവർത്തിക്കണം, പ്രശ്നങ്ങളെ കരുത്തോടെ നേരിടണം. ഇത്തരത്തിലുള്ളൊരു മനോബലവും ആർജവും വിവേകവും ഒക്കെ വൈദഗ്ധ്യവും ഒക്കെ ഉള്ളൊരു കുട്ടിയാവണമെങ്കിൽ ആ കുട്ടിയുടെ ബ്രെയിനിനകത്ത് അത്രയും ഒരു ഊർജ ശക്തി അത് വാത്മീകി മഹർഷിയിൽ നിന്നും കുട്ടിക്ക് പകർന്നു കിട്ടണം. അപ്പൊ നാളെ ലോകത്തിനുപകരിക്കുന്ന, അതാണ് നമ്മുടെ ഭാരതത്തിൽ ഇങ്ങനൊരു വാക്കുണ്ട്, ലോകസംഗ്രഹം എന്നാണ്. ലോകത്തിനുപകരിക്കുന്ന, ലോകത്തിന് വഴികാട്ടിയാവുന്ന, ലോകത്തെ നയിക്കുന്ന ആളുകളെ സൃഷ്ടിക്കുക. അതിനാണ് സീതാദേവി വാത്മീകി ആശ്രമത്തിൽ പോയത്. രാമായണം എന്ന് പറയുന്നത് രാമനിലേക്കുള്ള അയനമാണ്, രാമന്റെ അയനവുമാണ്. രാമനിലേക്കുള്ള അയനം, രാമൻ എന്നാൽ രമിക്കുക എന്നാണ്. മനസ്സ് എവിടെയാണ് രമിക്കേണ്ടത്? ശ്രീരാമസ്വാമിയിൽ നിന്നും നമ്മൾ പഠിക്കണം എവിടെ രമിക്കണം. അപ്പൊ അത് എവിടെ രമിക്കണം എന്നതിന് രാമൻ പറയുന്ന വഴിയാണ്, മാർഗമാണ് രാമായണത്തിന്റെ മാർഗം. അതാണ് രാമധർമ്മം. രാമൻ ആദ്യം പഠിപ്പിക്കുന്നത്, മനസ്സാദ്യം രമിക്കേണ്ടത് അവനവന്റെ കൃത്യനിഷ്ഠയിലും അനുഷ്ഠാനത്തിലുമാണ്. എപ്പോഴും രാമനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ വരികൾ ഓർമ്മ വേണം. ഉത്തിഷ്ഠ 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 ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. കാലത്തിനീറ്റുകൊണ്ട് അവനവന്റെ അനുഷ്ഠാനങ്ങൾ, അതാണ് ആദ്യത്തെ രമിക്കൽ. പിന്നീട് അത് കഴിഞ്ഞാൽ കുടുംബകാര്യങ്ങളിൽ രാമൻ നോക്കൂ, എല്ലാവരോടും പുലർത്തുന്ന സ്നേഹബന്ധം എല്ലാവരിലും. അതുകൊണ്ട് ഭരതൻ രാമനെ ആദരിക്കുന്നു, കൈകേയി രാമനോട് ആദരവാണ്. കൈകേയി തന്നെ പറയുന്നത്, എൻ്റെ മകൻ ഭരതനേക്കാളും ഞാൻ സ്നേഹിക്കുന്നത് രാമനെയാണ്. അപ്പൊ മറ്റുള്ളവരെ സ്നേഹിക്കുക, സ്നേഹം എന്നുള്ള വാക്കിനർത്ഥം സേവനം എന്നാണ്. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സേവനഭാവം, സഹായങ്ങൾ. ഇതൊക്കെ ഇന്ന് നമ്മുടെ കുട്ടികളിൽ ചോർന്നു പോവുകയാണ്. കാരണം മൊബൈലിലേക്ക് വല്ലാതെ കൊണ്ട് ചുരുങ്ങിപ്പോയി കുട്ടികൾ. അവർക്ക് ഒരു സഹായം ചെയ്യുക എന്ന ആ ഒരു ശീലമുള്ള കുട്ടികൾ വളരെ കുറവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്ന കുട്ടികൾ ഇങ്ങനെ പോയാൽ എവിടെ എത്തും എന്നുള്ളത്. അപ്പൊ അവരിൽ ആ സ്നേഹം, എല്ലാവരിലും സഹായം ഉണ്ടാക്കുക. പിന്നെയാണ് മൂന്നാമത്തതാണ് ഉത്തരവാദിത്വം, സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം. അപ്പൊ സമൂഹം, വളർന്നു വരുന്നൊരു സമൂഹം നല്ല സമൂഹമാവണമെങ്കിൽ എല്ലാവരും ഒന്നിച്ചതിനു വേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ യഥാർത്ഥ മതിൽ വീടിന് കെട്ടുന്ന മതിലല്ല, സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു മതിലാണ്. ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിക്കില്ല. ഒരു പാരസ്പര്യത്തിന്റെ, ഒരു ആദരവിന്റെ, ഞാനതിനെ സ്നേഹം എന്നല്ല പറയാം, സ്നേഹം എന്നതിനേക്കാൾ ഉപരി ഒരാദരവ്, ആദരിക്കുക. അതാണ് ഹിന്ദു സംസ്കൃതി പഠിപ്പിക്കുന്ന. ഒരാളെ കാണുമ്പോൾ നമസ്തേ അഹം തേ നമ, ഞാൻ അങ്ങേ നമിക്കുന്നു, ആദരിക്കുന്നു എന്നുള്ളതാണ് ഒരു ആദരവിന്റെ സംസ്കാരം. അതാണ് ഗുരുക്കന്മാരെ കാല് തൊട്ട് വന്ദിക്കുക, മുതിർന്നവരെയൊക്കെ കാല്, അതൊക്കെ പണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നോർത്തിലേ അത് കാണുള്ളൂ. ഇപ്പൊ കുനിയുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഇന്ന് രാവിലെ ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു, സ്വാമി മുട്ടിന് സുഖമില്ല, അതുകൊണ്ട് കുനിയില്ല. എല്ലാവരും മുട്ടില്ലാത്തവരാണ്. അത് ശരിയാണത്. അപ്പം അമ്മ കുനിയണം എന്നല്ല ഞാൻ പറഞ്ഞത്, ആദരിക്കുക. അത് അമ്മ ഒരു ഗുരുവിനെ ആദരിക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ സംസ്കൃതിയാണത്, ആദരിക്കുക. ഇപ്പൊ സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് വീണു നമിക്കണം എന്ന് പൂന്താനം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സംസ്കാരം രാമൻ എല്ലാവരെയും ആദരിക്കുന്നു. അതുകൊണ്ട് നോക്കൂ, ശ്രീരാമസ്വാമിയുടെ ജീവിതത്തിൽ സഹായിക്കാൻ സുഗ്രീവനുണ്ട്, ജടായുവുണ്ട്, സമ്പാദിയുണ്ട്. പല പല ജീവജാലങ്ങൾ പോലും രാമനോട് കണക്റ്റഡ് ആണ്. എന്തിനേറെ അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ കഥ? പാലം പണിയുന്ന സമയത്ത് അണ്ണാറക്കണ്ണൻ കൊണ്ടുപോയി മണ്ണിട്ടു എന്നാണ്. രാമൻ ആ സമയത്ത് മേലൊന്ന് തലോടിയതാണല്ലോ അണ്ണാറക്കണ്ണന്റെ മേല് 3 വരകൾ വന്ന് വീണത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാവരും രാമന്റെ കൂടെ സഹവർത്തിത്വത്തോടെ പ്രവർത്തിച്ചു എന്നാണ്.
ഇതൊക്കെ നമ്മൾ എന്തിനാ പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാം കൂടി ചേർന്നതാണ്. എല്ലാം കൂടി ചേർന്ന ഒരു സമൂഹമാണ് മനുഷ്യൻ. ഇന്ന് അതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. കുളിച്ചു വന്നാൽ തുളസിക്ക് വെള്ളം ഒഴിക്കുന്നതും പശുക്കളെ നോക്കുന്നതും പശുക്കളെ പരിപാലിക്കുന്നതും അവരും ആ കുടുംബത്തിന്റെ ഒരു ഭാഗമായിട്ടൊക്കെ ഒരു കാലം നമ്മുടെ വീടുകളിൽ പണ്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പശു എന്ന് പറയുന്നത് ഫ്രിഡ്ജായിട്ട് മാറിയും. എപ്പോഴും കറക്കാൻ പറ്റുന്ന ഒരു പശുവാണ് ഇന്ന് ഫ്രിഡ്ജ്. എപ്പം വേണമെങ്കിൽ പാല് കിട്ടും. കാലം മാറിപ്പോയി, എല്ലാം ജീവിതം തന്നെ മാറിപ്പോയി. എനിക്ക് തോന്നുന്നു ക്രമേണ നമുക്ക് ഓരോ വീടുകളിലും ഒരു പശുവിനെ കൊടുക്കാൻ പറ്റുമോ എന്നത് ഇനി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലമാണ്. ഞാൻ അതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ വെറുതെ അടിക്കില്ല, ഗൗരവമായിട്ട് ചിന്തിക്കുന്നൊരു വിഷയമാണ്. ആന്ധ്രാപ്രദേശിൽ ഏറ്റവും ഉയരം കുറഞ്ഞൊരു പശു ഉണ്ട്, കുഞ്ഞി പശു. അപ്പം എന്നെ അവർ വിളിച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ ബ്രീഡ് ഒരുപാടുണ്ടാക്കി ഓരോ വീട്ടിലും ഒരു കുഞ്ഞി പശു, പട്ടിയെ വളർത്തുന്നതിന് ഒരു പശുവിനെ വളർത്തുക. അപ്പൊ അങ്ങനെ ഒരു കാലം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചിലതൊക്കെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കണം. പാലിന് വേണ്ടിയിട്ടല്ല, അറ്റ്ലീസ്റ്റ് ഒരു വീട്ടിലൊരു പശു, അതൊരു ജീവിതത്തിൽ ഒരു സന്തോഷം. കൃഷ്ണൻ എന്നും പശുവിനെ കൊണ്ടു നടന്ന ആളാണ്. ഇങ്ങനെ രാമന്റെ ജീവിതത്തിലൂടെ എല്ലാറ്റിനോടും ചേർന്ന് രാമൻ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കുക, ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക. രാമൻ കേവലം തന്റെ നഷ്ടത്തെ നികത്തുകയല്ല. സീതാദേവി നഷ്ടപ്പെട്ട ആ കാര്യത്തിൽ ബാലിയെ കൂട്ടുപിടിച്ചാൽ പെട്ടെന്ന് സീതാദേവി കിട്ടുമായിരുന്നു. പക്ഷെ ബാലിയെ കൂട്ടുപിടിച്ചില്ല. ബാലി ധർമ്മത്തിനെതിരായിരുന്നു. അതുകൊണ്ട് ബാലിയേക്കാളും കഴിവ് കുറഞ്ഞ സുഗ്രീവനെയാണ് രാമൻ പിടിക്കുന്നത്. കാരണം സുഗ്രീവനിൽ ധർമ്മമുണ്ടായിരുന്നു. ഇതുപോലെ വിഭീഷണനിൽ ധർമ്മമുണ്ടായിരുന്നു. അപ്പൊ ധർമ്മമുള്ളവരെ കൂടെ പിടിച്ചുകൊണ്ട് ഒരു ധർമ്മത്തിന്റെ ലോകം സൃഷ്ടിക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെല്ലാവരും കൂട്ടായിട്ട് ഒരു ധർമ്മബോധമുള്ള സമൂഹത്തെ ഇവിടെ വാർത്തെടുക്കാൻ പ്രവർത്തിക്കണം. അതാണ് പൈതൃകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് സമൂഹത്തിൽ വളരെയധികം അസ്വസ്ഥതകളും രാവണന്മാർ ഇന്നുമുണ്ട്. 10 തലയിലെ 20 തലയുള്ള രാവണന്മാരുണ്ട്. കാരണം മനുഷ്യ സമൂഹത്തിൽ ഇന്ന് നോക്കൂ നിങ്ങൾ, ലഹരി വസ്തുക്കളിലൂടെ, അതുപോലെ പലതരത്തിലുള്ള രാഷ്ട്രീയ അരാജകത്തിലൂടെ ഉണ്ടോ? കള്ളും കൊലയും വഞ്ചനയും ചതിയും ഒക്കെ ഉണ്ടോ? ഇതൊക്കെ ഓരോ തലകളായിട്ട് നിങ്ങൾ ചിത്രീകരിച്ച് നോക്കൂ. ഈ തലകളുള്ള രാവണൻ ഇന്നുണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? അത്തരത്തിലുള്ള രാവണൻ അന്നത്തെ രാവണന് 10 തലയാണെങ്കിൽ ഇന്നത്തെ രാവണന് അതിലും കൂടുതൽ തലയുള്ള രാവണനാണ്. എന്ന് വെച്ചാൽ എന്താ രാവണൻ? ഈ സമൂഹത്തെ നശിപ്പിക്കുന്ന ദുഷ്ടചിന്തകൾ നിറഞ്ഞ തലയാണ് രാവണൻ. അത്തരത്തിലുള്ള രാവണന്മാരെ നേരിടാൻ ഇന്ന് നമ്മൾ കൂട്ടായ ഒരു മനസ്സോടുകൂടി നമ്മളൊക്കെ രാമന്മാരായി മാറേണ്ടിയിരിക്കുന്നു. രാമരാവണ യുദ്ധം എന്നും നിലനിൽക്കുന്ന യുദ്ധമാണ്. ഇനിയും നമുക്ക് രാമായണമുണ്ട്, രാമന്റെ അയനമുണ്ട്. നമ്മൾ ഓരോരുത്തരും രാമന്റെ അയനത്തിലൂടെ പോണോ രാവണന്റെ വഴിക്ക് പോണോ എന്ന് തീരുമാനിക്കണം. രാമന്റെ വഴിക്കാണ് പോകുന്നതെങ്കിൽ നമുക്കൊന്നിച്ചു കൂട്ടായി പ്രവർത്തിക്കണം. വാനരന്മാരും വിഭീഷണനും സുഗ്രീവനും ഹനുമാൻ സ്വാമിയും ജടായുവും അതുപോലെ സമ്പാദിയും എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു കൂട്ടായ്മയിലൂടെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഈ ഉത്തരവാദിത്വം, ഈ കർത്തവ്യബോധം, ഈ ധർമ്മബോധം നമ്മളിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ.